നിതിൻ രാജിന്റെ മരണത്തിലുള്ള അധികൃതരുടെ സമീപനത്തിൽ പ്രതിഷേധിച്ച് ദളിത് സംഘടനകൾ ഉൾപ്പെടെയുള്ള ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ ഭാഗികം. കടകമ്പോളങ്ങൾ തുടർന്ന് പ്രവർത്തിച്ചു. ഹർത്താൽ അനുകൂലികൾ വിവിധയിടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽബയൽ, മംഗളൂർ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായ മുഴുവൻ അധ്യാപകരെയും ഉടൻ അറസ്റ്റ് ചെയ്യുകയെന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ ദളിത് സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന ഹർത്താൽ ജില്ലയിൽ ഭാഗികം. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. എന്നാൽ ഹർത്താൽ വ്യാപാര ഗതാഗത മേഖലകളെ കാര്യമായി ബാധിച്ചില്ല. കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. വാഹന ഗതാഗതത്തെയും ഹർത്താൽ ബാധിച്ചില്ല. KSRTCയും സ്വകാര്യ ബസ്സുകളും സാധാരണഗതിയിൽ സർവീസ് നടത്തി. അതേസമയം പെരിയ ടൗണിൽ ഹർത്താൽ അനുകൂലികൾ റോഡ് തടഞ്ഞതിനാൽ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അതേസമയം മലയോര മേഖലകളിൽ ഹർത്താൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കൊന്നക്കാട് ഹർത്താൽ പൂർണ്ണമാണ്. കൊന്നക്കാട്, നീലേശ്വരം, കാഞ്ഞങ്ങാട് റൂട്ടിൽ ബസ് ഗതാഗതം നിലച്ചു. പരപ്പയിലും രാവിലെ വാഹനങ്ങൾ തടഞ്ഞുവെങ്കിലും പിന്നീട് വിട്ടയച്ചു. ബന്തെടുക്കയിലും ബസ്സുകൾ തടഞ്ഞു. ചെറുവത്തൂരിൽ വാഹനങ്ങൾ തടയുകയും വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചെയ്തു. ഹർത്താൽ അനുകൂലികളുടെ നേതൃത്വത്തിൽ ചെറുവത്തൂർ ടൗണിൽ പ്രകടനവും നടത്തി. സ്വകാര്യ വാഹനങ്ങളെ ഉൾപ്പെടെ സമരാനുകൂലികൾ തടഞ്ഞു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം, കൃഷിഭവൻ എന്നിവിടങ്ങളിൽ കടന്നുചെന്ന് അടച്ചുപൂട്ടാൻ ആവശ്യപ്പെട്ടുവെങ്കിലും പോലീസ് ഇടപെട്ട് സമരാനുകൂലികളെ മാറ്റി. നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട ആക്ഷൻ കൗൺസിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ന്യൂസ് ബ്യൂറോസ്, കാസർഗോഡ് വിഷൻ.